അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നല്ലതെന്ന് കരുതുന്നു. ഇന്ന് മുതൽ സയൻസ് ഞാനും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് നമ്പർ 2 ചാപ്റ്റർ നമ്പർ 21 ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് സെൽസ് ആൻഡ് ടിഷ്യൂസ് എന്നുള്ള പാഠമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം എടുത്താൽ, അല്ലെങ്കിൽ ഒരു വണ്ടി ആയാലും ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ അതുപോലെ എന്തൊരു മെറ്റീരിയൽ ആയാലും അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരു ബിൽഡിംഗ് ആകുമ്പോൾ എന്തൊക്കെയുണ്ട്? സ്റ്റോണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ്, പിന്നെ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ശരീരവും രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും സെൽസ് ആൻഡ് ടിഷ്യൂസ്. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോശം. കോശവും ടിഷ്യൂ എന്ന് പറഞ്ഞാൽ കലകൾ. നമ്മുടെ ശരീരത്തിൽ വിവിധ കലകളുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ അടയാളമല്ല, കലകൾ എന്ന് പറഞ്ഞാൽ നാഡീകല, പേശീകല, അതുപോലുള്ള ഒരുപാട് കലകളുണ്ട്. ഈ സെല്ലുകൾ കൊണ്ട് രൂപീകരിക്കപ്പെടുന്ന സാധനമാണ് ടിഷ്യൂ അല്ലെങ്കിൽ കലകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സെൽസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. സെൽ എന്നുള്ളത് നമ്മുടെ ഒരു ജീവീയ ഘടകങ്ങൾ, അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തുവിൻ്റെ എല്ലാ ജീവികളുടെയും അടിസ്ഥാന ഘടകമാണ് സെല്ല് അഥവാ കോശം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് എന്താണ് സെല്ല്, എങ്ങനെയാണ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്, ഓരോ സെല്ലിൽ നിന്ന് പുതിയ പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ മോശമായ അല്ലെങ്കിൽ ഡെഡ് സെൽസ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് സെൽ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഘടകമാണ് സെല്ല്. അപ്പോൾ സെല്ല് കണ്ടുപിടിക്കുന്നത് 1665 റോബർട്ട് ഹുക്കാണ്. റോബർട്ട് ഹുക്കാണ് സെല്ല് കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ കോശം അല്ലെങ്കിൽ ഏതൊരു ഘടകത്തിനും സെല്ലുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് 1665 റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു കോർക്ക് ഉണ്ടായിരുന്നു. ആ കോർക്കിൻ്റെ പീസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മൈക്രോസ്കോപ്പിലൂടെ നോക്കിയപ്പോൾ നമ്മുടെ തേനീച്ചക്കൂടിലുള്ള പോലെ ആ ഒരു ഘടകങ്ങളായിട്ട് കാണപ്പെട്ടു. അപ്പോൾ അതിലൂടെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്? ഒരു ഘടകത്തിന് അല്ലെങ്കിൽ ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സെല്ല് എന്നുള്ളത് അദ്ദേഹം കണ്ടുപിടിച്ചു. അതിനുശേഷം 1839 ജർമ്മൻ ബയോളജിസ്റ്റായ 1839 ജർമ്മനിയിലെ ജീവശാസ്ത്രജ്ഞരായ MJ ഷ്ലീഡൻ ഷ്ലീഡനും ടി ഷ്വാൻ ആയിരത്തി 1839 ഇവർ രണ്ടുപേരും കൂടി രൂപീകരിച്ചു? സെൽ തിയറി കണ്ടുപിടിച്ചു. സെൽ തിയറി. അപ്പോൾ നമ്മൾ പഠിച്ചത് 1669 റോബർട്ട് ഹുക്കാണ് ആദ്യമായിട്ട് സെല്ല് കണ്ടുപിടിച്ചത്. 1839 MJ ഷ്ലീഡനും ടി ഷ്വാനും കൂടി രൂപീകരിച്ച തിയറിയാണ് സെൽ തിയറി. സെൽ തിയറിയിൽ എന്താണ് പറയുന്നത്? 3 കാര്യങ്ങളാണ് സെൽ തിയറിയിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, സെൽ ഈസ് ദി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓൾ ലിവിങ് ബീയിങ്സ് ആൻഡ് ബോഡീസ് ഓഫ് ഓൾ ഓർഗാനിസം ആർ കോമ്പോസ്ഡ് ഓഫ് സെൽസ്. അതായത് ജീവികളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടനാപരവും പ്രവർത്തനപരമായിട്ടുള്ള യൂണിറ്റാണ് സെല്ലെന്ന് പറയുന്നത്. കൂടാതെ
ജീവികളുടെ ശരീരം സെല്ലിനാൽ നിർമ്മിതമാണ് അല്ലെങ്കിൽ കോശങ്ങളാൽ നിർമ്മിതമാണ് എന്നാണ് ആ സെൽ തിയറിയിലെ ഒന്നാമത്തെ വാദം. രണ്ടാമത്തോ, ഓൾ ന്യൂ സെൽസ് അറൈസ് ബൈ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നമ്മുടെ ശരീരത്തിൽ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് പുതിയ പുതിയ കോശങ്ങൾ രൂപീകരിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നു എന്നാണ് ഈ തിയറിയിൽ രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് ഫങ്ഷൻ ഓഫ് ആൻ ഓർഗാനിസം ആർ ആൻ ഔട്ട്കം ഓഫ് ദി കമ്പൈൻഡ് ആക്ടിവിറ്റീസ് ആൻഡ് ദ ഇൻട്രാക്ഷൻ ഓഫ് ദ സെൽസ് ദാറ്റ് മേക്ക് ദി ഓർഗാനിസം. അതായത് ജീവികളുടെ ശരീരത്തിലുള്ള കോശത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും ആകെ തുകയാണെന്ത് ആ ജീവിയെ അല്ലെങ്കിൽ ആ ജീവിക്ക് ജീവൻ നൽകുന്നത്, അല്ലെങ്കിൽ ആ ജീവിയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഫങ്ഷൻ. ഒരു ജീവിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഈ കോശങ്ങളുടെ ആകെ തുകയാണ് ഒരു ജീവിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് സെൽ തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ സെൽ തിയറി പ്രകാരം സെൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോശം എന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലിവിങ് ഓർഗാനിസം വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. അതാണ് സെൽ തിയറി പ്രകാരം സെൽ എന്ന് പറഞ്ഞാൽ. അതായത് ഘടനാപരമായും പ്രവർത്തനപരമായുമുള്ള അടിസ്ഥാന യൂണിറ്റ്, ഒരു ജീവിയുടെ അടിസ്ഥാന യൂണിറ്റാണ് ഇത് സെൽ എന്ന് പറയുന്നത്. വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്, സ്വതന്ത്രപരമായ നിലനിൽപ്പ് സാധ്യമാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള യൂണിറ്റാണ് എന്ത് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും സെല്ലിന് 3 ഘടകങ്ങളുണ്ട്. ഒരു കോശത്തിന് പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? സെൽ മെംബ്രെയിൻ. പിന്നെ DNA, പിന്നെ സൈറ്റോപ്ലാസം എന്നുള്ള ഫ്ലൂയിഡ്. പ്രധാനമായിട്ടും ഒരു സെല്ലിലടങ്ങി അല്ലെങ്കിൽ ഒരു കോശത്തിന് 3 ഘടകങ്ങളുള്ളത്. ഒന്ന് സെൽ മെംബ്രെയിൻ, 2 DNA, 3 സൈറ്റോപ്ലാസം ഫ്ലൂയിഡ്. ഈ 3 ഘടകങ്ങളാണ് ഒരു സെല്ലിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോശങ്ങളെ 2ആയിട്ട് തരംതിരിക്കുന്നു. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? കോശത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോശങ്ങളെ പ്രധാനമായിട്ടും 2ആയി തരംതിരിക്കുന്നു. ഒന്ന്, കോശങ്ങളെ 2ആയി തരംതിരിക്കുന്നു. ഒന്ന് പ്രൊക്കറിയോട്ടിക് സെൽസ്. പ്രൊക്കറിയോട്ടിക് സെല്ലും യൂക്കറിയോട്ടിക് സെല്ലും. സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും കോശങ്ങളെ 2 തരത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: പ്രൊക്കറിയോട്ടിക് ആൻഡ് യൂക്കറിയോട്ടിക്. ഇപ്പം എന്താണ് പ്രൊക്കറിയോട്ടിക്? പ്രൊക്കറിയോട്ടിക് എന്ന് പറഞ്ഞാൽ ദ സെൽസ് ഡു നോട്ട് ഹാവ് എ വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ്. ഏത് ഘടകത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതായത് DNA-യിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. അപ്പോൾ വെൽ ഡിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ് ഏത് പ്രൊക്കറിയോട്ടിക് സെൽ എന്ന് പറയുന്നത്. DNA-യിലാണ് എന്തുള്ളത്? ന്യൂക്ലിയസ് ഉള്ളത്. ഒരു കോശത്തിൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞു: സെൽ മെംബ്രെയിനും DNA-യും പിന്നെ സൈറ്റോപ്ലാസം ഫ്ലൂയിഡും. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോശങ്ങളെ 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രൊക്കറിയോട്ടിക്കും യൂക്കറിയോട്ടിക്കും. പ്രൊക്കറിയോട്ടിക് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമാണ് ഇത് പ്രൊക്കറിയോട്ടിക് സെൽ എന്നുള്ളത്. അതുമാത്രമല്ല
കോശത്തിന് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതായത് മൈറ്റോകോൺട്രിയ, ലൈസോസം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്, ഇതൊക്കെയാണ് എന്തിലുള്ളത്? ഒരു കോശത്തിലുണ്ട്. പക്ഷേ ഇതൊന്നും ഏതിലില്ല? പ്രൊക്രിയേറ്റിക്കില്ല. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത കോശത്തെയാണ് പ്രൊക്രിയോറ്റിക് എന്ന് പറയുന്നത്. കോശത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും എന്തിലുണ്ടാവില്ല? പ്രൊക്രിയോറ്റിക് സെൽസിലുണ്ടാവില്ല. ഇപ്പോൾ യൂക്രിയോറ്റിക് എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വെൽ ഓർഗനൈസ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതിനില്ലാത്ത എല്ലാ ഘടകങ്ങളും, അതായത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസം, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്, ഇതൊക്കെ എന്തിലുണ്ട്? യൂക്രിയോറ്റിക് സെൽസിലുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് സെല്ലിനെ പറ്റിയാണ്. സെൽ എന്ന് പറഞ്ഞാൽ കോശം, ദ ബേസിക് യൂണിറ്റ് ഓഫ് ആൻ ലിവിങ് ഓർഗാനിസമാണ് എന്ത്? സെല്ല് എന്നുള്ളത്. 1669 സെല്ല് കണ്ടുപിടിക്കുന്നത് റോബർട്ട് ഹുക്ക്. പിന്നെ അതിനുശേഷം നമ്മൾ പഠിച്ചു സെൽ തിയറി. 1839 എന്ത് സംഭവിച്ചു? സെൽ തിയറി ആരൊക്കെ ഇൻവെൻറ്റഡ് ചെയ്തു? MJ സ്ലീഡനും T ശ്വാനും കൂടി സെൽ തിയറി ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൽ പറയുന്നത് പ്രധാനമായിട്ടും സെൽ എന്നുള്ളത് ഒരു ജീവിയുടെ അടിസ്ഥാന ഘടകമാണ്. കോശത്തിലുള്ള അല്ലെങ്കിൽ ഒരു കോശത്തിൽ നിന്നും ഒരുപാട് കോശങ്ങളെ വിഭജിച്ചുണ്ടാകുന്നു. പിന്നെയോ കോശത്തിൻ്റെ ആകെത്തുകയാണ് ഒരു ജീവിയുടെ പ്രവർത്തന രീതി എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം കോശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ പറ്റി പറഞ്ഞു. പ്രധാനമായിട്ടും സെൽ മെംബ്രെയിനും DNA-യും പിന്നെ സൈറ്റോപ്ലാസം ഫ്ലൂയിഡും ആണെന്ന് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോശങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൊക്രിയേറ്റിക്കും യൂക്രിയേറ്റിക്കും. പ്രൊക്രിയേറ്റിക് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ലാത്ത കോശമാണ്. യൂക്രിയേറ്റിക് എന്ന് പറഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ള കോശമാണ്. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് തരുന്നതായിരിക്കും. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.